അപ്പോൾ ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? റെസ്റ്റ് എടുത്തിരിക്കുകയാണോ? അതോ ഈ ഒരാഴ്ചയിലത്തെ പണികളൊക്കെ ഒതുക്കി തീർക്കാനുള്ള തത്രപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു കാക്ക പുറത്തൊക്കെ ഇറങ്ങി നല്ല ചില്ലൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്തുതന്നെയായാലും എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വ്ളോഗിലേക്ക് കടന്നാലോ? പോവാം. ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ സമയം കിട്ടണില്ലടോ. അപ്പോൾ ഇന്ന് സമയം കിട്ടിയിട്ടല്ല, എന്നങ്ങോട്ട് സമയം ഇല്ലെങ്കിലും ഇന്ന് ചെയ്യാണ്ട് പറ്റില്ല എന്നങ്ങോട്ട് ഉറച്ചിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാം കേട്ടോ. വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ കണ്ടു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ന്യൂസ് ചാനലിൽ. അപ്പോൾ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ സീരിയസ് ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. നമുക്ക് പതിയെ പതിയെ അങ്ങ് കയറാം. നമുക്ക് ആവശ്യം ഉള്ള കാര്യങ്ങളല്ലേ ആദ്യം നമ്മൾ പറയണ്ടേ. എൻ്റെ മനസ്സിലുള്ളത് നമ്മൾ ഓരോരുത്തരോട് പറയുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ പറയുമ്പോൾ കുറച്ചധികം പേരെങ്കിലും അത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യില്ലേ. പിന്നെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ അത്രയ്ക്കധികം റീച്ചൊന്നും കിട്ടിയെന്നൊന്നും വരില്ല, പക്ഷേ ഇതിൽ കാണുന്ന ഒരാൾക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യണേ. അപ്പോൾ വിഷയത്തിൽ നിന്ന് മറിവുണ്ട്. നമ്മുടെ സ്ത്രീകളോട് ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോഴേക്കും നമ്മൾ എന്തിനാ നമ്മുടെ ബോഡിയെ അവർക്ക് ഓഫർ ചെയ്യാൻ പോണേ? ഒരു റിലേഷൻ എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ചിലർ ഓക്കെയാണ്, ചിലർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ പ്രണയിക്കുന്നവരുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷേ അതല്ലാത്തവരുണ്ടെന്ന് ഇപ്പം എത്രയോ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കണേ. ഇതിൽ നിന്ന് നമ്മൾ ഇനി പഠിച്ചില്ലെങ്കിൽ ഇനി എന്നാ പഠിക്കുക? എത്ര വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കണേ ഇങ്ങനെ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ അതിലേക്ക് തന്നെയാണോ വീണുകൊണ്ടിരിക്കണേ? ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ നമ്മൾ ക്ഷണിക്കുമ്പോൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുന്നത് വേണം. ആ നോ പറയുമ്പോൾ അവർ അയ്യോ നിനക്ക് എന്നെ വിശ്വാസമില്ല, അല്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അവരുടെ ഒരു സെൻറ്റിമെൻറ്റലിൽ നമ്മൾ വീണ് പോകരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എൻ്റെ ശരീരം നൽകിയിട്ട് മാത്രമേ അവനെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പരിപൂർണമായിട്ട് ബോധിപ്പിക്കാൻ പറ്റുന്നോ അവൻ പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസം വേണ്ടാന്ന് അങ്ങ് വെക്കണം. ഇനി അതല്ല, ഓക്കെ എനിക്കും അത് കുഴപ്പമില്ല എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ അവൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയരുത്. അവൻ വിവാഹ വാഗ്ദാനം നൽകിയാലും ഇല്ലെങ്കിലും അത് നമ്മൾ മുന്നിൽ കാണണം മനസ്സിൽ. ഓക്കെ ഇതാ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഫിസിക്കലി റിലേഷൻഷിപ്പിന് നിൽക്കാവൂ. അതല്ലെങ്കിൽ നമ്മൾ മുന്നെറിഞ്ഞ് കാണണം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും. കാരണം ജീവിതമല്ലേ, മനുഷ്യരല്ലേ, പല മാറ്റങ്ങളും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മുടെ ഏതൊരു ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തി, ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അത് ചിലപ്പോൾ നമുക്ക് എത്രമാത്രം ഒരു മനുഷ്യനെ നമുക്ക് ചൂഴ്ന്നൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളാണിത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇന്ന് കണ്ട് നാളെ കണ്ട് പരിചയപ്പെടുമ്പോഴേക്കൊന്നും ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും സ്ത്രീകൾ ഇത് മനസ്സിലാക്കുക, പെൺകുട്ടികൾ ഇത് മനസ്സിലാക്കുക. കുറേയേറെ പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രേമിച്ചു, അത് കഴിഞ്ഞ് 17-18 ആവുണ്ടാവുള്ളൂ, അപ്പോഴേക്കും ഇതേ കല്യാണം കഴിച്ചു പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ ജീവിക്കുമ്പോഴാണ് മനസ്സിലാവണം അവർ ട്രാപ്പിൽ പെട്ടതാണെന്ന്. അവർ മനസ്സിൽ കണ്ട ആ ഒരു പ്രണയമൊന്നും അല്ല എന്ന് മനസ്സിലാവുന്നത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെയൊന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം. പക്ഷേ നന്നായി ജീവിക്കുന്നവരുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. സിനിമയിൽ കാണുന്ന പോലെ തന്നെയുള്ള നന്നായിട്ട് പ്രണയിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് ഇങ്ങനെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേദനാജനകമായ ജീവിതത്തിലൂടെ പോകുന്നവരായിരിക്കും ഒട്ടുമിക്ക സ്ത്രീകളും. നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം. പിന്നെ ഇത് കുറേ പേര് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അവർക്ക് പറയാനൊരു വോയിസ് ഇല്ലാത്തത് കൊണ്ടാണ് പല സ്ത്രീകളും ഇത് പറയാത്തത്. ശരിക്കും ഈ സ്ത്രീകൾക്കൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം വന്ന് നോക്കട്ടെ. അവർ
പറയുന്നത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുക. വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെ അത് കഴിഞ്ഞൊരു ജോലി, ആദ്യം സ്വന്തം കാലിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണ്ടു. അതുപോലെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് അതാ, ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോഴേക്കും അവളെ വേറെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടേണ്ടതാന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. തലേന്ന് വലിയൊരു ഭാരം ഇറക്കി വെക്കാനുള്ള പോലെ നിങ്ങൾ ഒരിക്കലും പെൺകുഞ്ഞുങ്ങളെ കാണരുത്. അവർക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്ത്, നല്ലൊരു സംസ്കാരം കൊടുത്ത്, നല്ലൊരു അവർക്ക് ജീവിക്കാനുള്ള നല്ലൊരു ധൈര്യം കൊടുത്ത് നിങ്ങൾ പെൺകുട്ടികളെ വളർത്ത്. യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുക. തെറ്റ് കാണുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനായിട്ട് നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പം ഈ അടുത്ത് കണ്ടില്ലേ, ഒരു കുട്ടി അവൾക്ക് വീട്ടിലുണ്ടായിട്ടുള്ള ഒരു പീഡനം അത് സ്കൂളിൽ കൗൺസിലിങ്ങിലാണ് ആ കുട്ടി തുറന്നു പറയണത്. അതും വളരെ പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു കാര്യം ശരിയല്ലെങ്കിൽ അത് ആരുടെ മുൻപിൽ തുറന്നു പറയാൻ, എല്ലാവരുടെ മുന്നിൽ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അടുത്തും വന്ന് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം പെൺകുട്ടികൾക്ക് വേണം. അതിനെന്ത് വേണം? നമ്മൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. നമ്മളോട് എന്തും തുറന്നു പറയാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റണം. ഇപ്പോൾ അങ്ങനെ പോലും പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ഈ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ കുട്ടികളോട് അവർ പറയും, ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും, നിൻ്റെ അപ്പനോടും അമ്മോടും പറഞ്ഞാൽ കൊന്നുകളയും, നിൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ കൊന്നുകളയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേരെ പേടിപ്പിച്ചിട്ടാണ് പിള്ളേർ. അപ്പോൾ അത് കേൾക്കുമ്പോൾ പിള്ളേർ പേടിക്കും, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തുടക്കത്തിലേ നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ട് ആരെങ്കിലും നിങ്ങളോട് പറയാണ് ഇങ്ങനെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ എന്തുണ്ടെങ്കിലും ശരി അമ്മയോടും അപ്പനോടും വന്ന് മോളത് പറയണം. അങ്ങനെ പിള്ളേരെ നമുക്ക് ധൈര്യപ്പെടുത്തിയിട്ട് വേണം നമ്മൾ മക്കളെ വളർത്താനായിട്ട്. അതല്ലാതെ പെൺകുട്ടികളുടെ അടുത്ത് നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതാണെന്ന് പറഞ്ഞ് മാത്രം പെൺകുട്ടികളെ വളർത്തരുത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. വിവാഹം വേണം, അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ടതാണ്. ആദ്യം തന്നെ അവർ പഠിച്ച് ജോലിയൊക്കെ ചെയ്ത് അവരൊരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരട്ടെ. അവർ ഇപ്പം ഈ ദിയ കൃഷ്ണ കണ്ടില്ലേ, സ്വന്തം കല്യാണം ഞാൻ തന്നെ അധ്വാനിച്ച കാശ് കൊണ്ട് നടത്തണമെന്ന് വാശിയുണ്ടായിരുന്നു ആ കുട്ടിക്ക്. ആ സ്വന്തം അധ്വാനിച്ച് ആ കല്യാണം നടത്തി. ഒപ്പം അവളുടെ ഫാമിലി അവളെ സപ്പോർട്ട് ചെയ്തു. നമ്മളും അതേപോലെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷേ എല്ലാം നമ്മൾ തന്നെ ചെയ്യാം. ഈ സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആ പരിപാടി നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയം എന്ന് കഴിഞ്ഞെന്നറിയോ? സ്ത്രീയാണ് ധനം. നമ്മൾ നമ്മുടെ മകൾക്ക് കൊടുക്കാതിരി അത് അവരറിയേണ്ട ആവശ്യമില്ല. ഒരു ആണും ഒരു പെണ്ണും, ഒരു സ്ത്രീ ഒരു പുരുഷനും കണ്ട് സ്നേഹിച്ചു അവർ കല്യാണം കഴിച്ച് അത് നെക്സ്റ്റ് അവരുടെ വേറൊരു ഫാമിലിയാണ്. അവർക്ക് ജീവിക്കാനുള്ള വക അവരാണ് കണ്ടെത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച ഒരു ജോലി നേടണം എന്ന് പറയണത്. അതല്ലാതെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സ്ത്രീ പീഡനം, ഗാർഹിക പീഡനം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ എന്നാണ് ഈ ചെക്കൻ്റെ വീട്ടിലത്തെ ആൾക്കാർ വിചാരിക്കണം. അപ്പോഴാണ് ഈ പീഡനം ഉണ്ടാവണേ. അതിനെ എതിർത്ത് പറയാനോ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റില്ല. കാരണം എന്താ? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറയും, മോളെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കണം, പഞ്ചപുച്ചടക്കി ജീവിക്കണം. ഈ സീരിയൽ ഒന്നാമത് ഈ സീരിയൽ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സീരിയൽസിലൊക്കെ എന്താ ഇങ്ങനെ കരഞ്ഞ് സഹിച്ച് അമ്മായിമ്മ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർ എന്ത് ചെയ്താലും എല്ലാം ക്ഷമിച്ച് സർവം സഹിയായിട്ട്, അതാണ് സ്ത്രീ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ആദ്യം മുതൽ പഠിച്ചു വെച്ചേക്കണത് അതാണ്. എന്തെങ്കിലും ഒരു ഒച്ച ചേർത്ത് കഴിഞ്ഞാൽ അവൾ തൻ്റെ അടിയായി. ആ സ്ത്രീ ശരിയല്ല, ആ പെൺകുട്ടി ശരിയല്ല. കരഞ്ഞ് ആരോടൊന്നും പറയാതെ സഹിക്കുന്നവളാണ് സ്ത്രീ. നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ കാഴ്ചപ്പാട് കുറേ മാറാണ്ട്. ആ മാറാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരണേ. കുറേ ഇങ്ങനത്തെ സദാചാരങ്ങൾ അടിച്ചേൽപ്പിച്ച് വെച്ചേക്കാണ് നമ്മുടെ തലയിൽ. നമ്മൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട് അതിനെതിരെ പ്രതികരിച്ചാൽ നമ്മൾ എന്താ പറയുക? കണ്ടില്ലേ, തൻ്റെ അടിയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് കുറ്റമായി, വളർത്തു ദോഷമാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പറയും, കണ്ടില്ലേ, ഈ കാരണം ഞങ്ങൾക്ക് അങ്ങനെ കേട്ടത്. നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളെ കൂടെ നിൽക്കണം. അവർക്കൊരു തെറ്റ് കണ്ടാൽ അവർ പ്രതികരിക്കട്ടെ, അത് ശരിയല്ല എന്ന് അവർ പറയട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നത് എല്ലാത്തിനും ശരിയും തെറ്റും ഒന്നും നോക്കാതെ പോയി ഓടി നടന്ന് പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ പറയണേ കേട്ടോ. നമ്മുടെ മേത്തൊരാൾ തൊട്ട് അത് ശരിയല്ലാത്ത രീതിയിലാണ് തൊടുന്നതെങ്കിൽ നോ പറയാൻ നമുക്ക് പറ്റണം. അത് പെൺകുട്ടികളെ ചെറുപ്പം മുതൽ നമ്മൾ പഠിപ്പിക്കണം. ഇപ്പോൾ ഒരുപാട് റേപ്പ് കേസുകൾ വരുന്നുണ്ടല്ലോ. ഇവരെല്ലാം ഈ ആൺകുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അപ്പനും ഒരു അമ്മയ്ക്കും ഉണ്ടായ ഒരു ആൺകുട്ടിയായിരിക്കും അത്.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആദ്യം ഇത് തുടങ്ങേണ്ടത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ പറയും, അയ്യോ അത് അവൻ ആൺകുട്ടിയാണ്. അവനല്ല, നീയാണ് ചെയ്യേണ്ടത്, നീയാണ് പെൺകുട്ടി. നാളെ നീ മറ്റൊരു വീട്ടിലേക്ക് കെട്ടിക്കയറി ചെല്ലേണ്ടതാണ്, നീ അല്ല, അതുകൊണ്ട് നീയാണിത് ചെയ്യേണ്ടത്, പെൺകുട്ടികളാണ് അത് ചെയ്യേണ്ടത്. എന്താ ആൺകുട്ടികൾക്ക് എന്താ ജോലി ചെയ്താൽ ഒരു കുഴപ്പമില്ല. ആൺകുട്ടികളും ജോലി ചെയ്യാൻ പഠിച്ചിരിക്കണം, ആൺകുട്ടിയും പെൺകുട്ടിയും ജോലി ചെയ്യാൻ പഠിച്ചിരിക്കണം. നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം ആ വേർതിരിവ് എടുത്ത് മാറ്റേണ്ടത്. ഇത് വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. എന്ത്? ആൺകുട്ടി ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ്, പെൺകുട്ടി ഒരു പടി താഴെ നിൽക്കുന്നതാണ്. ഞാൻ സ്ത്രീ സമത്വമൊന്നല്ല ഞാൻ പറയണേ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേ തട്ടിൽ തന്നെ നമ്മൾ കാണുക. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ അങ്ങനെ ഒരു പെരുമാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പുറമേയും ഇവർ പുറമേ ചെല്ലുമ്പോൾ ഈ ആൺകുട്ടികൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കും. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു പെരുമാറുന്നത് എന്ന് കാണുമ്പോൾ തന്നെ അവർ നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കണേ, അവർ നമ്മളെ കണ്ടിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അവർ പുറമേ ഇറങ്ങുമ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ അവർ പഠിക്കും. അച്ഛൻ സ്വന്തം അമ്മയെ ബഹുമാനിച്ചില്ലെങ്കിൽ ഈ വളർന്നു വരുന്ന ആൺകുട്ടി നാളെ എങ്ങനെ ഒരു പെണ്ണിനെ പുറത്തിറങ്ങുമ്പോൾ ബഹുമാനിക്കില്ല. ആണുങ്ങൾ ഇപ്പം എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നത് എങ്ങനെ? സ്ത്രീയെ ഒരു സെക്സ് ടോയ് ആയിട്ടാണ് കാണുന്നത്. പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണും ഒരു സെക്സ്. സ്ത്രീ എന്ന് പറഞ്ഞ സെക്സിന് വേണ്ടി മാത്രമുള്ളതല്ല. ഈ സെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ സെക്സ് എന്താണ്? ഒരു തമാശയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരാൾ വന്നിട്ട് അയാളോട് ചോദിക്കും, സാറ് സെക്സ് പറയുമ്പോൾ, അയ്യോ അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ ഞാൻ അങ്ങനെ. അയാൾ പറയാൻ വന്നപ്പോൾ സാറേ ഞാൻ ഇപ്പോൾ ചോദിച്ചത് സാറ് ആണോ പെണ്ണോ എന്നുള്ള രീതിയിൽ, അതാണ് ഞാൻ ഇതിൽ എഴുതാൻ പറഞ്ഞത്. നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ സെക്സ് എന്ന് പറയുന്നത്. ഞാനൊരു ആണാണ് അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ്, അതാണ് എൻ്റെ വ്യക്തിത്വം. ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും അവളെ ഒരു സെക്സിൻ്റെ രീതിയിൽ മാത്രം കാണുന്ന രീതിയിൽ ആൺകുട്ടികൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നുണ്ടാകുന്ന കുറേ വികലമായിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്നോ പെരുമാറ്റങ്ങളിൽ നിന്നോ ആണ് അവരത് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കണം, ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണം, ഒരു സ്ത്രീ എങ്ങനെ കാണണം, ഒരു പെൺകുട്ടിയെ എങ്ങനെ കാണണം, ബഹുമാനിക്കണം എന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ അമ്മമാർ, നമ്മുടെ അപ്പന്മാർ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് സ്ത്രീകളോട് അല്ലാണ്ട് നമ്മൾ കതിരയിൽ ചെന്ന് വളം വെക്കരുതെന്ന് പറയും. നമ്മൾ വലുതായി കഴിഞ്ഞിട്ട് ഇതൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവില്ല. ചെറുപ്പം മുതലേ നമുക്ക് അവർക്ക് അതിന് വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ വീട്ടിലേ ഇത് പഠിപ്പിക്കണം. നമ്മൾ ഒരുപാട് വേദന തോന്നുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ. അതേപോലെ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഒരു വാഗ്ദാനം നൽകുമ്പോഴേക്കും എന്തിനാണ് നിങ്ങളൊരു ഫിസിക്കലി റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് ആ വ്യക്തിയെ അത്ര വിശ്വാസമായിട്ടാണ് നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പോകുന്നതെങ്കിൽ ഓക്കെ, അത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം ആദ്യം തന്നെ. ഇങ്ങനെ ഒരു വിവാഹം നടന്നാലും ഇല്ലെങ്കിലും എനിക്ക് നോ പ്രോബ്ലം. ഒരു ആണിന് നോ പ്രോബ്ലം ആണെങ്കിൽ ഒരു പെണ്ണിനും നോ പ്രോബ്ലം തന്നെയായിരിക്കണം. ആണിന് ഇല്ലാത്തതൊന്നും പെണ്ണിനോ കൂടുതലും കുറവൊന്നുമില്ല, രണ്ടും തുല്യം തന്നെയാണ്. ഒരു ആണിന് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻ കൊണ്ട് അവൻ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ചെയ്തോ. പക്ഷേ പല പെൺകുട്ടികളും എന്തുണ്ടാവണേന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് ഇതിനകത്ത് തലകുത്തി വീണ് കഴിഞ്ഞിട്ട് അവസാനം എത്തുമ്പോഴാണ് അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുമ്പോൾ പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, ആത്മഹത്യയായി, കേസ് കൊടുക്കലായി. എന്താ അതുകൊണ്ടൊരു പ്രയോജനം? ഒരു കാര്യമില്ല. പിന്നെ ചിലപ്പോൾ അവൻ പറയും ഞാൻ തന്നെ കെട്ടിക്കോളാം, അവസാനം അങ്ങനെ ചിലർ പറയുന്നതുണ്ട്. അങ്ങനെ കെട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ ശരീരം കൊടുത്തിട്ട് മാത്രമാണ് അവൻ്റെ വിശ്വാസം സമ്പാദിക്കാൻ പറ്റുന്നതെങ്കിൽ അതങ്ങ് വേണ്ടാന്ന് വയ്ക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന കരച്ചിലിനേക്കാളും പിഴിച്ചിലിനേക്കാളും എത്രയും നല്ലതാണ് തുടക്കത്തിലേ തന്നെ അത് വേണ്ടാന്ന് വെക്കുന്നത്. അതങ്ങ് വേണ്ടാന്ന് വെച്ചേക്കണം. ഇത്രയ്ക്കധികം കേസ് വന്നിട്ട് നമ്മുടെ കുട്ടികളെന്താ പഠിക്കാത്ത? ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. പിറ്റേ ദിവസം നമ്മൾ ഇതന്നെ കേൾക്കും വേറൊരു കുട്ടീനെ പീഡിപ്പിച്ചു.
അപ്പം ഇത്രയധികം വാർത്ത വരുമ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാവാത്ത, ഇങ്ങനെ ഇനി സംഭവിക്കാൻ പാടില്ല, ഞാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കരുത്, അതിനുള്ളൊരു മുന്നറിയിപ്പാണ് ഇങ്ങനത്തെ ഓരോ വാർത്തകളിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ ഇനി തെറ്റ് പറ്റരുത് പെൺകുട്ടികൾക്ക്. അതേപോലെ ഈ സ്ത്രീ പീഡനം, ഗാർഹിക പീഡനം, ഇതൊക്കെ എന്നാ അവസാനിക്കേണ്ടതായിരുന്നു? അതിന് തന്നെ നമ്മൾ സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ സ്ത്രീകൾക്ക് ശത്രു. ഈ അമ്മായിമ്മ പോരും നാത്തൂൻ പോരും എന്നൊക്കെ പറയുന്നത് അവിടെ സ്ത്രീയല്ലേ വരുന്നത്? നമ്മുടെ മകൻ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടി നമ്മുടെ മകളാണ്. അങ്ങനെ എന്താ നമുക്ക് കാണാൻ പറ്റാത്തത്? ചിലപ്പോൾ നമുക്ക് ആ വീട്ടിലെ അമ്മയ്ക്ക് അവരുടെ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് ഇതേപോലെ ഉപദ്രവങ്ങൾ ഉണ്ടായിണ്ടാവാം. അപ്പോൾ ഇവരെന്ത് വിചാരിക്കണം, എൻ്റെ മകൻ കെട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടീനെ ഞാനൊരിക്കലും ആ വേദന അറിയിക്കരുത്, അവളെ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റണം, അങ്ങനെ വിചാരിക്കേണ്ടത്. പക്ഷെ ഇവരെന്താ ചെയ്യണേ? ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ആ കെട്ടിക്കൊണ്ടുവരുന്ന കുട്ടിയിലായിരിക്കും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ആ കുട്ടിയെ സ്നേഹിച്ചാൽ? അതേപോലെ പെൺകുട്ടികളും ഉണ്ട്. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ കാണുന്നത് പോലെ നിങ്ങളെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ കാണുക. രണ്ട് വശമുണ്ട് കേട്ടോ. ചിലത് ഭർത്താവിൻ്റെ അപ്പനും അമ്മയും നല്ല സ്നേഹമുള്ളവരായിരിക്കും, പക്ഷേ ഈ വരുന്ന പെൺകുട്ടി നേരെ തിരിച്ചായിരിക്കും. അവൾക്ക് അവളുടെ അപ്പനും അമ്മയോടും നല്ല സ്നേഹമായിരിക്കും, പക്ഷേ ഭർത്താവിൻ്റെ അപ്പനും അമ്മേനെയും അവൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതെന്താ? അവിടെയും നമ്മുടെ വീട്ടിലാണ് ഈ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. നമ്മുടെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണം, ഞങ്ങളെങ്ങനെയോ അത് തന്നെയാണ് നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും, ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നീ അവരെയും സ്നേഹിക്കണം. അതിനേക്കാൾ വിട്ട് കൂടുതൽ സ്നേഹിക്കാനൊന്നും പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല. സ്വന്തം അപ്പനേക്കാൾ അമ്മയേക്കാൾ കൂടുതലൊക്കെ സ്നേഹിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അവരെ പോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. അവരെ പോലെ നിങ്ങൾ സ്നേഹിക്കുക. നിന്റെ ഭർത്താവിനെ കിട്ടാനായിട്ട് നിനക്ക് കാരണക്കാരായത് ആ അപ്പനും അമ്മയാണ്. അതുകൊണ്ട് ആ അപ്പനും അമ്മയും നീ ബഹുമാനിക്കുക. ചില ഇത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഭർത്താക്കന്മാരുടെ അപ്പനും അമ്മയും അവർ മാറി താമസിക്കുന്ന സമയത്താണെങ്കിൽ അവർ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പെൺകുട്ടികളുടെ മുഖമൊക്കെ വീർത്ത് അവർ മാറി നിൽക്കും. ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കാനോ ചെയ്യാനോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ സ്വന്തം വീട്ടിലേക്ക് എന്തും കൊടുക്കാനോ ഒരു പ്രശ്നവുമില്ല. ഇത് സ്ത്രീകൾ ചെയ്യുന്ന തെറ്റാണ്, അതും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളായും തന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഈ അക്രമവാസന അതിനൊന്നും അവസാനിപ്പിക്കുക. ഈ കണ്ണുനീര്, കരഞ്ഞുള്ള കണ്ണുനീര്, ഇതൊക്കെ ഒന്ന് നിർത്ത്. ഇതൊക്കെ എന്നോ നിർത്തേണ്ട സമയം കഴിഞ്ഞു. അതേപോലെ നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വിളിച്ച് പറയുക, ഇങ്ങനെ എനിക്കൊരു ഉണ്ടാകുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അതിനുശേഷം നിങ്ങൾ മരിക്കാനല്ല ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്. നിങ്ങളെ വേണ്ടാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവൻ നിങ്ങളെന്തിനാ കളയണേ? നിങ്ങൾ ഇത്ര നാളും വളർത്തിക്കൊണ്ട് വന്ന നിങ്ങളുടെ മാതാപിതാക്കളില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ അത് ചിന്തിക്കുക. നിങ്ങൾ മരിക്കാനല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അവിടെ നിന്ന് പോരുക. നിങ്ങൾ അവിടെ പിന്നെ ഒരു മിനിറ്റ് നേരം നിങ്ങൾ നിന്ന് വേസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾ അവിടെ നിന്ന് പോന്നോളൂ. നിങ്ങൾ പോന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് പോവുക. എത്രയോ അവസരങ്ങളുണ്ട് നമുക്ക്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. മരിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചിന്തിക്കല്ലേ, ഒരിക്കലും ചിന്തിക്കല്ലേ. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിന്റെ പ്രസക്തി വരുന്നത്. നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വന്തമായി ഒന്ന് ചിന്തിക്കാനെങ്കിലും പറ്റും. പലപ്പോഴും നമ്മുടെ പല വീടുകളിലും സ്ത്രീകൾ എന്താ നിശബ്ദമായി പോകണേന്നറിയോ? അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം അവർക്കില്ല. ഫിനാൻഷ്യലി ഫ്രീഡം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല. ഇപ്പോൾ ചില പെൺകുട്ടികൾക്ക് വീട്ടിലും വളരെയധികം ബുദ്ധിമുട്ടുള്ള വീടുകളുണ്ടാവും. ഒരുവിധം ബുദ്ധിമുട്ടിയായിരിക്കും അവരെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടാവുക. അവർ താഴെ മറ്റു മക്കളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ തിരിച്ചു ചെന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പല പെൺകുട്ടികളും വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾക്കൊരു ഫിനാൻഷ്യലി ഫ്രീഡം നമുക്ക് വേണം. ഈ സിനിമയിലും പിന്നെ അതേപോലെ ഈ സീരിയൽസിലോ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനത്തെയൊക്കെ പറയണതിൽ പറയാം, അയ്യോ കല്യാണം കഴിക്കുമ്പോൾ സാമ്പത്തികം ഒരു പ്രശ്നമല്ലാന്ന്. ഒരു മണ്ണാങ്കട്ടിയല്ല. സാമ്പത്തികം വേണം. സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം, ഒരു അച്ചടക്കം നമുക്ക് വേണം. സമ്പത്തുള്ളതും സമ്പത്തില്ലാത്തവരും തമ്മിൽ ചിന്തിക്കുന്നത് രണ്ടാ. സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങൾ ഒരാളുടെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളുടെയും കാല് പിടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ഒന്നിനും ഒരാളെയും പേടിക്കാണ്ട് നിൽക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു സ്ത്രീകളോട് പറയും, ഡ്രൈവിങ് പഠിക്കുക. എന്തിനാണ് ഡ്രൈവിങ് പഠിക്കണേ? നമുക്ക് ധൈര്യത്തോട് കൂടിയിട്ട് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാനായിട്ട് പറ്റും. ഡ്രൈവിംഗ് ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യത്തിന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരാളെയും നമുക്ക് ഭർത്താവിനെയോ ആരെയും വിളിച്ച് അവരുടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പോവാം.
ഇനി അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിലോ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പെൺകുട്ടികൾ എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരണേ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 1, 2 കണ്ട് പെട്ടെന്ന് അങ്ങ് പ്രേമിച്ച് കല്യാണം കഴിച്ച് നിങ്ങൾ അങ്ങ് പോവല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോൾ പലതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ നിർത്തും, ഇതൊക്കെ അവസാനിക്കും ഇതൊക്കെ. കാരണം എന്താ, ജീവിച്ച് തുടങ്ങുമ്പോൾ അറിയാം നമ്മൾ മുന്നിൽ കണ്ടതൊന്നും മിന്നുന്നതെല്ലാം പൊന്നല്ല. ഈ പഞ്ചാരയും ചക്കരയും കട്ടിയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴൊക്കെ അങ്ങ് പോവും. അപ്പം നിങ്ങളാദ്യം തന്നെ നന്നായി ഒന്ന് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് നല്ല കുറച്ച് കാശൊക്കെ ഒന്ന് സമ്പാദിക്കും. നിങ്ങൾ വിവാഹമൊക്കെ അതിൻ്റെ പിന്നാലെ വരും. വിവാഹം കഴിഞ്ഞ് മക്കളും അതൊക്കെ പിന്നാലെ വരും. ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജീവിതം സ്വപ്നം കാണുക. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി ജീവിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യ്. അതല്ലാതെ മരണത്തെക്കുറിച്ച് മക്കളെ നിങ്ങൾ ചിന്തിക്കില്ലേ. ഒരുപാട് പെൺകുട്ടികൾ ഗാർഹിക പീഡനത്തെ തുടർന്ന് മരിച്ചു എന്നാണ് കേൾക്കണേ. അതേപോലെ കുറേ പേരെ കൊല്ലുന്നു. ഞാൻ പറയണ ആരോടും പറയാതെ മനസ്സിലടക്കി പിടിച്ചിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ പല ആവർത്തി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവും, എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ലാസ്റ്റായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ പിന്നെയും നിൽക്കുന്നത്? ഒരു സെക്കൻഡ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കിട്ടിയാൽ നിങ്ങൾ അവിടെ നിന്ന് പോന്നോളണം. അതേപോലെ കുഞ്ഞു മക്കളെ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ട് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് ഒരു പ്രസവിക്കണേ. ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ചിലർ മരിക്കാൻ പോണേ. അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തുമാത്രം അവരുടെ മനസ്സ് തകർന്നിട്ടുണ്ടാവും. ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന ലെവലിലായിരിക്കും അവർ മരിച്ചിട്ടുണ്ടാവുക. ഒരു നല്ല വാക്ക് ആരിൽ നിന്നും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ച് നാൾ മുന്നേ ഒരു ചേച്ചി 2 പെൺമക്കളെയും കൊണ്ട്, മകനുണ്ട്, മകനെ വിളിച്ചില്ല, പെൺമക്കളെയും കൊണ്ട് ട്രെയിന് മുന്നേ ചാടി മരിച്ചു എന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് കാര്യം? അവർക്ക് ജീവിക്കാനായിട്ട് ഭർത്താവ് മദ്യപാനം ഉള്ള ആളാണ്. അപ്പോൾ തന്നെ ജീവിക്കാൻ പറ്റണില്ല, ജോലിയില്ല. പെൺകുട്ടികളെ ഒറ്റയ്ക്ക് നിർത്തിപ്പോയി എന്താവും എന്ന് പേടിച്ചിട്ടാണ് അമ്മ. ആ പെൺകുട്ടികൾക്കും ഒരു പേടി ഉണ്ടായില്ല എന്നാണ് പറയണേ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ട്, മരിച്ചു കഴിയുമ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പിന്നെ ചുറ്റും നടന്ന എല്ലാവരും പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. മരിക്കുന്നതിന് മുൻപാണിടോ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യേണ്ടത്. മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ആ മരിച്ചവർ പോയില്ലേ, അവരുടെ ജീവിതം പോയില്ലേ. ഇനിയെങ്കിലും നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ചവിട്ടി അരച്ച് കളയാനുള്ള ജീവിതമല്ല, കരഞ്ഞു തീർക്കേണ്ടതല്ല സ്ത്രീകളുടെ ജീവിതം. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിക്കലല്ല. കണ്ണുനീർത്തുള്ളി മാത്രമല്ല സ്ത്രീ, സർവം സഹ മാത്രമല്ല സ്ത്രീ. സ്ത്രീയോളം സഹിക്കാൻ പറ്റുന്നതും താഴാൻ പറ്റുന്നതും ഒക്കെ ശരി തന്നെയാണ്, വേറെ ആർക്കുമില്ല. സ്ത്രീ സഹിക്കുന്നതും ക്ഷമിക്കുന്നതും അതുപോലെ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ ഒരു ജോലി നമ്മൾ ഒരു സമയത്ത് എത്ര ജോലികളാണ് സ്ത്രീകൾ ചെയ്യുക? ഇപ്പം ഞാൻ തന്നെ വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് തുണി അലക്കാനിടും. ആ സമയത്ത് അടിച്ചു വാരണമെങ്കിൽ അപ്പോൾ തുടയ്ക്കും, പാത്രങ്ങൾ കഴുകും. എത്ര പണികളാണ് നമ്മൾ ചെയ്യുന്നത്. മൾട്ടി ടാലൻറ്റഡ് ആണ് സ്ത്രീകൾ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഒരു ആത്മഹത്യയിൽ ചെന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാത്തൊരു ജീവിതം നിങ്ങൾ കുറച്ച് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് മാറി നിന്നാൽ ചിലപ്പോൾ ഒന്ന് ശരിയാവുമായിരിക്കും. 2 കൂട്ടർക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടും. ശരി, അത് തെറ്റേതെന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് അവർക്ക് ഒരുമിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. അതല്ലെങ്കിൽ എന്തിനാണ് ഇപ്പം കുഞ്ഞുങ്ങൾ ഉള്ള ദമ്പതികളാണെങ്കിൽ ഇവർ വീട്ടുകാരുടെ ഇതൊക്കെ കേട്ട് സഹിച്ച് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു അടുപ്പമില്ലായ്മ ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ കുട്ടികളെയാണ്. ഈ കുട്ടികൾ വളർന്നു വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ഈ മാനസികമായിട്ടുള്ള കുറേ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് കിട്ടുന്ന വൈകല്യങ്ങളാണ് പിള്ളേരിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു തലമുറേനെ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കുടുംബത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങേണ്ടത്. കുടുംബത്തിൽ നിന്നാണ് നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം സ്കൂളിൽ ചെന്നിട്ട് കിട്ടുന്നതല്ല. അതല്ല വിദ്യാഭ്യാസം, കുടുംബത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. അതാണ് സംസ്കാരം. ഇപ്പം ഞാൻ അറിയുന്ന ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറയണം. ആ കുട്ടിക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടി പഠിച്ചില്ല. ആ കുട്ടിക്ക് പാട്ട് കലകളോടൊക്കെ ആയിരുന്നു താല്പര്യം. അതിനോട് താല്പര്യപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ എപ്പോഴും പറയും, മോളെ പഠിക്ക്, ഇത് നിനക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നിനക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നീ പഠിച്ച് ഒപ്പം തന്നെ നല്ലൊരു ജോലി നിനക്ക് കിട്ടുകയാണെങ്കിൽ നിനക്ക് ഇതിനേക്കാൾ നന്നായിട്ട് നിനക്കതിൽ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ആ കുട്ടി ആ സമയത്ത് കേട്ടില്ല. അതിനുശേഷം കുറേ നാൾ കല്യാണം കഴിഞ്ഞു, പിന്നെ കുട്ടി ഉണ്ടായി.
പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ആകെ ഫ്രീസായിപ്പോയി. ആ കുട്ടിക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പഠിപ്പ് തുടരാൻ പറ്റാത്തത് കൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്നില്ല. എന്തിനും ഏതിനും ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരികയാണ്. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. വീട്ടിലാണെങ്കിലും സാമ്പത്തികമായിട്ട് അത്രയ്ക്കില്ല. അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടി. മാത്രമല്ല ഒരു കുഞ്ഞായി. ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇനി പോവുകയാണെങ്കിൽ ആ കുട്ടി, അതും ഒരു പെൺകുട്ടിയാണ്, ആ കുഞ്ഞിനെ വെച്ച് പുറത്തേക്ക് പോകുമ്പോൾ ആ കുട്ടീനെ എങ്ങനെ വളർത്തും? ഒരു ജോലിക്ക് പോകാനാണെങ്കിൽ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും? കൈക്കുഞ്ഞിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറ്റുമോ കുഞ്ഞിനെ? പറ്റില്ല. ഇനി എന്തെങ്കിലും ജോലി എന്ന് വെച്ചാലോ പഠിക്കാത്തത് കൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് പോകാനും പറ്റുമോ? അല്ല സെയിൽസ് ഗേളൊക്കെ ആയിട്ടാ കിട്ടുള്ളൂ, നിസ്സാര ശമ്പളത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വളർന്നു വരുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതമോ അതിൻ്റെ ഭാവിയോ? അപ്പോൾ അതിനെല്ലാം ഓർത്ത് നമ്മളങ്ങനെ അങ്ങ് ഇഷ്ടമില്ലാത്ത ജീവിതം ജീവിച്ച് തീർക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിങ്ങനെ തെറ്റിലേക്ക് ഇനി പോവല്ലേ. ഞാൻ അത് പറഞ്ഞത് കൊണ്ട് എത്ര പേര് മാറുമെന്ന് എനിക്കറിയില്ല. ഒരാളെയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചാൽ എനിക്കത് മതി. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അടിയിൽ പറയണം കേട്ടോ. വീഡിയോയുടെ താഴെ ഇടണേ. എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ കുറേ ചിന്താഗതികൾ മാറണം. ഞാനിപ്പോൾ ഇങ്ങനെ കുറേ പറഞ്ഞു, അത് എവിടെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ വന്ന് ഇത്ര ദിവസങ്ങൾ കണ്ട ഒരു വിഷമങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്കും ഒരു പെൺകുട്ടിയാണ്, ഞാനും ഒരു പെണ്ണാണ്, എനിക്കുണ്ടായതും ഒരു പെണ്ണുണ്ണിയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ ഇനി മാറി ചിന്തിക്കണം. പണ്ടത്തെ കുറേ ചിന്താഗതികളിൽ നിന്നൊക്കെ നമ്മൾ മാറേണ്ട സമയമായല്ല, സമയം അതിക്രമിച്ചു. നമ്മൾ മക്കളെയൊക്കെ നല്ല ഫ്രീ ആയിട്ട് നമ്മളെ മക്കളെ അവർ പോട്ടെ, അവരങ്ങനെ പിടിച്ചു വെക്കില്ലേ. മക്കൾക്ക് ശരി ഏത് തെറ്റേതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളവർ പിടിച്ചു വെക്കുന്തോറാണ് പിള്ളേർ തെറ്റായ വഴിയിലേക്ക് പോണേ. ഈ സദാചാരം എന്ന് പറഞ്ഞ് നടക്കുന്ന സദാചാര പോലീസ് എന്ന് നമ്മൾ പറഞ്ഞ് കളിയാകാറുണ്ടല്ലോ. കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ഇങ്ങനത്തെ കുറേ കാഴ്ചപ്പാടുകൾ, കുറേ മഞ്ഞക്കണ്ണ് വെച്ചിട്ടുള്ള കാണുന്നതൊക്കെ ഇപ്പോൾ പെൺകുട്ടികൾ ഇത്തിരി മോഡേൺ വേഷിട്ടുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവർ നല്ല പെൺകുട്ടികളല്ല എന്നുള്ള ചിന്തിക്കുന്നവർ കൂടുതലുണ്ട്. വേഷം കൊണ്ട് മാത്രമാണോ ഒരാളെ നമ്മൾ അളക്കേണ്ടത്? പിന്നെ ഒരിടയ്ക്ക് കേട്ടു ഈ സ്ത്രീകൾ വസ്ത്രധാരണം കൊണ്ട് ശരിയല്ലാത്തത് കൊണ്ടാണ് അവരെ ഫിസിക്കലി ഉപദ്രവിക്കുന്നതെന്ന്. ഈ കുഞ്ഞു കുട്ടികളെ ഉപദ്രവിക്കുന്നവർ, അപ്പോൾ അവരുടെ ഏത് വസ്ത്രധാരണമാണ് ഇവർക്ക് പ്രലോഭനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കിയത്? ഇതൊന്നുമല്ല. ഇതൊക്കെ വെറുതെ പറയുക. ഒരു കാരണം കണ്ടെത്തി അത് പറയണതാ. വസ്ത്രധാരണം കൊണ്ടൊന്നും ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും പ്രകോപനം ഉണ്ടായി ഉപദ്രവിക്കുന്ന അങ്ങനത്തെ ഒരു ചിന്ത വസ്ത്രധാരണം കൊണ്ട് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മനസ്സിൻ്റെ വൈകല്യം കൊണ്ട് വരുന്നതാണ്. വസ്ത്രം ഇടുന്നത് ഇപ്പോൾ പുരുഷന്മാർ കുറച്ച് വസ്ത്രം ഇടുമ്പോഴേക്കും ഒരു സ്ത്രീ പോയിട്ട് ഓടി കയറി അയാളെ പോയിട്ട് പീഡിപ്പിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് നമ്മുടെ മനസ്സിൻ്റെയാണ്. ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും നിങ്ങൾ സെക്സിൻ്റെ ഒരു രീതിയിൽ മാത്രം ഒരു സ്ത്രീകളെ കാണാതിരിക്കുക. ഒന്നത് പുരുഷൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീയെ കാണുമ്പോൾ അവർക്ക് സ്ത്രീ എന്ന് പറയുന്നത് തന്നെ അവർക്ക് സെക്സിൻ്റെ ഓരോ അതിൻ്റെ വികാരങ്ങൾ ജനിപ്പിക്കുന്നതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവളെ ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു സമയവും ഒരു സന്ദർഭം അങ്ങനത്തെ ഒരു വ്യക്തിയോടൊക്കെ കൂടിയാണ് സ്ത്രീകൾക്ക് അങ്ങനെ അത് അവസാനമാണ് ഉണ്ടാവുക. അവൾക്ക് ആദ്യം വേണ്ടത് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ലാളന, ഒരു സുരക്ഷിതത്വം, ഒരു സ്നേഹം, പ്രണയമൊക്കെയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പെട്ടെന്നൊരു പുരുഷനെ കാണുമ്പോൾ ഓടിച്ചെന്ന് സ്ത്രീ ഏതെങ്കിലും പുരുഷനെ പോയി പീഡിപ്പിക്കാൻ പോകണ്ടോ? ഇല്ലല്ലോ. പിന്നെ പുരുഷന്മാർക്ക് എന്താ നേരെ തിരിച്ചു തോന്നണേ? അത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നത്. അതായത് സ്ത്രീ എന്തും സഹിക്കേണ്ടവളാണ്, ഞാൻ എൻ്റെ താഴെ നിൽക്കേണ്ടവളാണ്. നിങ്ങൾക്ക് പുരുഷന്മാർക്ക് കൈകരുത്ത് നൽകിയിട്ടുള്ളത് എന്തിനാ? സ്ത്രീകളെ ചേർത്ത് പിടിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയെയും പീഡിപ്പിക്കില്ല. അവനാണ് പുരുഷൻ. ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതല്ല ആണത്തം. ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിച്ച് പ്രണയം ഇല്ലയെന്ന് പറഞ്ഞ മുഖത്ത് ആസിഡ് ഒഴിച്ച് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതൊന്നും ഒരു ആണത്തരല്ല. സ്ത്രീയെ ബഹുമാനിക്കുന്നവനാണ് പുരുഷൻ. ഒരു സ്ത്രീ എന്താണെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ കുറേ പ്രസവ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ കുറേ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്
ഞങ്ങളുടെ അമ്മ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളെ പ്രസവിച്ചത്, ഞങ്ങളുടെ ഭാര്യമാർ എന്തുമാത്രമാണ് ബുദ്ധിമുട്ടുന്നത്, വേദനിക്കണേന്ന്. ഓരോ മാസം ഒരു സ്ത്രീ എന്തുമാത്രം വേദന സഹിക്കണേ, പീരീഡ്സിൻ്റെ വേദന, എന്തുമാത്രം സഹനങ്ങളുണ്ട് ഓരോ സ്ത്രീക്കും. ഇത് നിങ്ങൾ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? സെക്സ് ചെയ്യാനുള്ളൊരു ഉപകരണം മാത്രമല്ല സ്ത്രീ. നിങ്ങൾ അങ്ങനെ കാണല്ലേ. എത്രയോ പ്രായം ചെന്നാൽ, ഇന്നാൾ ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാണ്, ഒരു 9ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ബസ്സിലിരിക്കുമ്പോൾ അവളുടെ മേത്ത് കൈ കൊണ്ട് ഇങ്ങനെ തട്ടിയ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിലൊരു സന്തോഷം എന്ന് വെച്ചാൽ അവരതിനെതിരെ പ്രതികരിച്ചു. സാധാരണ ആരും ഇത് പ്രതികരിക്കില്ല, മിണ്ടാതെ ചിലപ്പോൾ സീറ്റിൽ നിന്ന് മാറിപ്പോവും, പേടിച്ചിട്ട് പറയില്ല, അല്ലെങ്കിൽ നാണക്കേട് ഓർത്ത് മിണ്ടില്ല. പക്ഷെ അവരത് പ്രതികരിച്ചു. എനിക്കതിന് അവരോട് ഒരു സലാം കൊടുക്കണം, ആ പെൺകുട്ടികളോട്. പ്രായമുള്ളൊരു വ്യക്തിയാണെന്ന് ആലോചിക്കണം, ഒരു കുഞ്ഞു കുട്ടിയോട്. ഇത്രയ്ക്ക് തരം താന്നിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കടോ. പെൺകുട്ടികളെ നിങ്ങൾ അതേപോലെ ധൈര്യത്തോട് വളർത്തും. അവർ പ്രതികരിക്കട്ടെ. അങ്ങനെ പ്രതികരിച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഇത് അവസാനിപ്പിക്കാതെ പറ്റില്ല. അതേപോലെ അങ്ങനെ പ്രതികരിക്കുന്ന പെൺകുട്ടികളുടെ കൂടെ നമ്മൾ നിൽക്കും വേണം. അവരെ ഒറ്റപ്പെടുത്തരുത് ആ സമൂഹത്തിൽ. അവളെ ചേർത്ത് പിടിക്കണം. ആ പെൺകുട്ടികളുടെ കൂടെ ആൾക്കാർ വരണം. എന്താ മോളെ ഉണ്ടായി, എന്താ കാര്യം ഉണ്ടായി എന്ന് ചോദിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്കിങ്ങനെ കുറേ പ്രിവിലേജ് കിട്ടുമ്പോൾ ഇതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത് പെൺകുട്ടികൾ. അതായത് വളരെ പാവപ്പെട്ട ആണുങ്ങളുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് ബഹുമാനമുള്ളവരും സ്ത്രീകളെ സ്നേഹിക്കുന്നവരും സ്ത്രീകളെ സഹായിക്കുന്നവരുമായിട്ടുള്ള നല്ല പുരുഷന്മാരെ ഈ ലോകത്തുണ്ട്. നിങ്ങൾ അവരെ അങ്ങോട്ട് നിങ്ങൾ ഉപദ്രവിക്കല്ലേ. അതായത് എന്തെങ്കിലും ഒരു വാശിപ്പുറത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരോടുള്ളൊരു വൈരാഗ്യത്തിൻ്റെ പേരിൽ എന്നെ പീഡിപ്പിച്ചു എന്നോ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ കേസുകൾ കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളെ വരെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് എതിരെ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വകുപ്പ് വേറെ. അപ്പം അതുകൊണ്ട് അങ്ങനെ വരെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളെ വേദനിപ്പിച്ചു, പീഡിപ്പിച്ചു, ഞങ്ങളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് നമ്മളങ്ങനെ ദുരുപയോഗം ചെയ്തു പോവല്ലേ സ്ത്രീകളായി തന്നെ. അങ്ങനെ വരുമ്പോൾ ശരി ഏത് തെറ്റ് ഏതെന്ന് അറിയാതെയാവും. പിന്നെ ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റാതാവും അത് ശരിയാണോ തെറ്റാണോ എന്ന്. അതുകൊണ്ട് നമ്മൾ തന്നെ കുഴിച്ചിടല്ലേ. നിങ്ങൾ അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. നല്ല രീതിയിൽ ചിന്തിക്കുക. നല്ലൊരു സമൂഹം വളരട്ടെ. നന്നായിട്ട് നല്ല രീതിയിൽ പിള്ളേർ വളരട്ടെ. അവർ തുറന്ന് ചിന്തിക്കട്ടെ, തുറന്ന് ചിന്താഗതിയുള്ളവരാവട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിക്കട്ടെ. ഈ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊക്കെ മറന്ന് നല്ല ഫ്രണ്ട്സ് ആവട്ടെ. അവർ നന്നായി ജീവിക്കട്ടെ, നന്നായി പഠിക്കട്ടെ, നല്ല ജോലി നേടട്ടെ, നന്നായി സമ്പാദിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ സംസാരം കൂടിപ്പോയോ എന്നറിയില്ല. എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള വിഷമങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇടയിൽ. താങ്ക് യു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.